ഹലോ. സൺഡേ ആയിട്ട് ഇങ്ങനെ ബോറടിച്ചിരുന്ന് എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്നിട്ടൊരു പ്ലാനാണ് സ്പ്രിംഗ് വാട്ടർ പാർക്കിലേക്ക് പോകുക എന്നുള്ളത്. ഈ പോകുന്ന വഴി എന്ത് രസമായിരുന്നറിയോ, രണ്ട് സൈഡും നിറച്ച് ഓറഞ്ച് എസ്റ്റേറ്റ്സ് ആയിരുന്നു. ഫ്ലോറിഡയുടെ സ്റ്റേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ ഓറഞ്ചസ് ഇവിടെ. അതുകൊണ്ട് തന്നെ ധാരാളം കൃഷി ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. ഇതിലൊക്കെ ഇങ്ങനെ ബഡ്സ് ഉണ്ടായിട്ടേ ഉള്ളൂ ഈ പ്ലാന്റിൽ. ഇനി ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേ ഫ്രൂട്ടായിട്ട് ആവത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയോണ്ട് തന്നെ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് വിശപ്പൊന്ന് മാറ്റാൻ ഒരു സാൻഡ്വിച്ചൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മുടെ അവിടുന്ന് ഏകദേശം ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇവിടെ ധാരാളം ഇതുപോലത്തെ സ്പ്രിംഗ് വാട്ടർ പാർക്കുകളുണ്ട്. സ്പ്രിങ്സ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉറവയായിട്ട് നാച്ചുറലി വെള്ളം വന്നുകൊണ്ടേയിരിക്കും, അതൊരിക്കലും പറ്റില്ല. പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറച്ച് മിനറൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. ആക്ച്വലി നമ്മുടെ മിനറൽ വാട്ടറൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, അതുപോലെ തന്നെ സ്പ്രിംഗ് വാട്ടർ മേടിക്കാൻ കിട്ടും. പക്ഷെ അതിന് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടെ നടന്നു കഴിയുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു $20 എന്തോ ആണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. ഈ മരത്തിലെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. ഇവിടെയുള്ള എല്ലാ മരങ്ങളിലും ഇത് കാണും കേട്ടോ. കറക്റ്റ് ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിവിടെ ഒരാളോട് ചോദിച്ച സമയത്ത് പാരസൈറ്റ് എന്തോ പോലെ അതിൽ പിടിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളുടെ വീടിന് ഫ്രണ്ടിൽ നിൽക്കുന്ന ട്രീയിലും എല്ലായിടത്തും ഈ ഒരു സാധനമുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിന്ന് ഇവിടേക്ക് മെയിനായിട്ട് വന്നത് ഇവിടുത്തെ ബോട്ട് റൈഡിന് പോകാനായിട്ടാണ് കേട്ടോ. ഈ ഒരു ബോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ബോട്ടിൻ്റെ താഴെ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ ഗ്ലാസ് ആണ് കേട്ടോ. സോ നമുക്ക് അണ്ടർ വാട്ടർ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ആണ് സ്പ്രിംഗ് വാട്ടർ. ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, ഒരു നാച്ചുറൽ ബ്ലൂ ഗ്രീൻ കളറാണ്. ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. അത്ര ക്ലിയർ ആണ് കേട്ടോ വാട്ടർ. നമുക്ക് കിട്ടിയിരുന്ന ബോട്ടിൻ്റെ ടൈം 4:50 ആയിരുന്നു. നമ്മൾ 3:30 അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ടൈം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഏക്കറിലാണ് കേട്ടോ പാർക്ക് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഈ മരം ഒരു ഭയങ്കര വലിയ മരമാണ്. എനിക്ക് ഒരുപാട് വലിപ്പമുള്ള മരങ്ങൾ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ചെന്നൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കി പിടിക്കാനൊക്കെ ഒരു പ്രത്യേക സന്തോഷം. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മഞ്ചാടിക്കുരു ഓർമ്മ വന്നു കേട്ടോ. നിറച്ച് ഇതിൽ പൂത്തിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഈ സ്പ്രിംഗ് വാട്ടറിലെ ഏറ്റവും വലിയ വില്ലാളി വീരൻ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയുന്നത് അലിഗേറ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ചീങ്കണ്ണി എന്നാണ് പറയുന്നതെന്ന്. ഫ്ലോറിഡയിൽ ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ അലിഗേറ്റേഴ്സ്. മിക്ക പോൺസിലും റിവറിലും ഒക്കെ ഈ ഒരു സംഭവം കാണും. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ബോട്ടിൽ പോകുമ്പോൾ ഇതിനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ബേർഡിനെ ഫോക്കസ് ചെയ്ത് കാണിക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഇവിടെ നമുക്ക് കയാക്കിങ്ങും ചെയ്യാനായിട്ട് പറ്റും. എനിക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അലിഗേറ്റേഴ്സ് ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര ഒരു പേടി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. ഈ വീണ് കിടക്കുന്ന മരം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറി ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് റോസാന്ന് തോന്നി. പക്ഷെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഇതെന്താ സംഭവം എന്ന്. പിന്നെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ജാപ്പനീസ് റോസസ് ആണ് കേട്ടോ. ഇത് പല ഷേപ്പിലാണ് വരുന്നത്. ഭയങ്കര വലുപ്പത്തിലായിരിക്കും വരുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പാർക്കൊക്കെ ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് 4:20 ആയി. 4:40 4:50 നമ്മളുടെ ബോട്ടിൻ്റെ ടൈം. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അവിടെ ചെന്ന് ഇരിക്കേണ്ടത് ഒരു 4:25 ഒക്കെ ആകുമ്പോഴാണ്. നമ്മൾ കറക്റ്റ് ഒരു 4:25 ആയപ്പോൾ അവിടെ ചെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു.
ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളോട് ലൈൻ നിൽക്കാനായിട്ട് പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എല്ലാവരുടെ അടുത്തും വന്ന് ഹായ് ഒക്കെ പറഞ്ഞു. ഈ ഒരു ബോട്ട് റൈഡ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ക്യാപ്റ്റൻ നല്ലപോലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ബോട്ടിൻ്റെ മിഡിൽ ഭാഗത്ത് ബോട്ടം ഇതുപോലെയാണ്, ഫുൾ ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്, ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് വെള്ളത്തിനടിയിലെ എല്ലാ സംഭവങ്ങളും നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഗ്രാസ് കാണാൻ എന്താ ഭംഗിയെന്നറിയോ. ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഡിസ്കവറി ചാനലിലൊക്കെ അണ്ടർ വാട്ടർ ഷോട്ട്സ് കാണിക്കത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത ടൈപ്പ് കുറേ ഡിഫറെൻറ്റ് മീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടേർട്ടിൽസ് ഉണ്ടായിരുന്നു. ഒരു 200 ഇയേഴ്സോളം പഴക്കമുള്ള ഒരു 3 സ്റ്റാച്യൂവും പിന്നെ ബോട്ട് കാര്യങ്ങളൊക്കെ ആ അണ്ടർ വാട്ടറിലുണ്ടായിരുന്നു. ഒരു കാര്യം മാത്രം കണ്ടില്ല, അലിഗേറ്റേഴ്സിനെ. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഭയങ്കര ബിസി ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ടും കയാക്കിങ്ങും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അലിഗേറ്റേഴ്സൊക്കെ എവിടെയോ പോയി ഒളിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഒരു സങ്കടം ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. ഒരു 5:45 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും കയാക്കിങ് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ഒരു കോഫിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ളോഗ് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.